ഇതൊന്നല്ല ധ്യാന്റെ ഉദ്ദേശം. പ്രേം നസീറിനെ ഇല്ലാതാ. ഇന്നത്തെ കാലത്തൊന്നും ഒരു ജോലിയും കൂലി ഇല്ലാത്തവനൊന്നും ഒരു പെണ്ണും സിനിമയിലല്ലാതെ എന്റെ അറിവില് കൊണ്ടിടും. പ്രത്യേകിച്ച് ഈ പണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാ പണ്ടത്തെ കാലത്തൊക്കെ. പ്രേമിച്ചതിന് ശേഷം ജോലി പോകും, കളയാനും വയ്യ, പ്രേമിച്ചും പോയി, അങ്ങനെ കുറച്ച് കേസുകൾ അല്ലാതെ കാമുകി തരുന്ന കാശും കൊണ്ടാണ് നമ്മുടെ വട്ടച്ചെലവൊക്കെ നടന്നു പോകുന്നത്. ഡോമിനേറ്റ് ചെയ്തോട്ടെ. അത് ഞങ്ങൾ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ളത് കൊണ്ട് സിനിമയിൽ എളുപ്പമായിരുന്നു. 11 മണി മുതൽ ക്യൂ നിന്നിട്ട് ഗോഡ് ഫാദറിന്റെ ടിക്കറ്റും മേടിച്ചിട്ട് അകത്ത് ഹൗസ് ഫുൾ ആയിട്ടിരിക്കുക. ഗോഡ് ഫാദർ കൈ 500 അനന്തമ്പിള്ള കൈ, ഓരോന്നിനും കയ്യടി, ഓരോ തമാശക്കും കയ്യടി. അത്രയും അപ്രിസിയേഷൻ അന്നില്ലായിരുന്നു. ഇത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ എഴുതി വെച്ച് തരാം. കുറെ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത്, ആക്ച്വലി ഈ സ്ഥലം എവിടെയാണ്, നമുക്ക് ഒന്ന് പോയാൽ വല്ല ഗുണമുണ്ടോ ചോദിക്കും. കാര്യം അത് വേറെ ഒരു സംസ്ഥാനക്കാരും ചോദിക്കത്തില്ല, ഒള്ളി മലയാളീസ്. ഇതിപ്പോ ധീരജ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. നമ്മുടെ സിനിമ എടുക്കുന്ന ആൾക്കാർ കാണാനില്ല, നമ്മളിരുന്ന് കാണേണ്ട കാര്യം. ജനാർദ്ദൻ ചേട്ടൻ ഏതോ 1-2 എണ്ണത്തിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് വിജയിച്ച്. ഈ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഒരു റോൾ ഉണ്ടാവും. ഡേറ്റ് ഒക്കെ മാറ്റി വെക്കത്തില്ല. ജനാർദ്ദൻ ചേട്ടനില്ല. ജനാർദ്ദൻ ചേട്ടനാണ് ഹീറോ, ഇല്ല ഫസ്റ്റ് ഷോട്ട്. അല്ല, ഇവരെയൊന്നും വിശ്വസിക്കാക്കത്തില്ല. എല്ലാം സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ചിലപ്പം ഇത് എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത പടത്തില് അന്ന് ഞാൻ പറഞ്ഞില്ലേ എട്ടി തുറന്ന് ഇത് പറയുന്നു ഗംഭീരമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പടം വിജയിപ്പിക്കാനുള്ള ടെക്നിക്ക്. ഗംഭീരം ഞാൻ ഇന്നേ വരെ ഒരു സിനിമയും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് ധ്യാൻ ഇത്രയും കൈയടി കിട്ടുന്നത്. വീട്ടിൽ പ്രശ്നമാണ്, പക്ഷെ കുടുംബത്തിൽ കയറി വീട്ടില് അത് നല്ലതാണ്, പരിധി വരെ നല്ലതാണ്. പരിധി കൂടുതലാകുമ്പോ സൂപ്പർ സിന്ദഗി എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ് ചേട്ടനുണ്ട്, പാർവതിയുണ്ട്, കലേഷ് ഉണ്ട്. ഹായ് ധ്യാൻ. മുകേഷ് ചേട്ടാ, ധ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കുടുംബം സംരക്ഷിക്കുന്നത്. ആഴ്ചയ്ക്ക് ഓരോ പടം ചെയ്തിട്ട് ഓടി നടന്ന് പണിയെടുത്തിട്ട് കുടുംബത്തിന്റെ പ്രാരാബ്ധം മാറ്റാൻ വേണ്ടി നടക്കുക. ആഴ്ചക്കാഴ്ച ഇന്റർവ്യൂ എടുക്കുന്നില്ലേ? ഞാൻ ആഴ്ചക്കാഴ്ച ഇന്റർവ്യൂ തരുന്നില്ലേ? ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാർ ആണ് ധ്യാൻ, പൊളിക്കും. ഇതൊന്നല്ല ധ്യാന്റെ ഉദ്ദേശം. പ്രേം നസീറിനെ ഇല്ലാതാ. അങ്ങനെ കുറെ കാലം അങ്ങനെ നിക്കണം. അല്ല, അത് നായികമാരുടെ റെക്കോർഡാണോ? അല്ല, ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തതിന്റെ റെക്കോർഡ്. ഓ, അതാണ് രണ്ടും റെക്കോർഡ്. എല്ലാം അറിയാം, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുകേഷ് ചേട്ടന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ മലയാളത്തിൽ പല വാക്കുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. കമ്പിളി പുതപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, അതായത് എന്തോ കാര്യം അവഗണിക്കുന്നിടത്ത് നമ്മൾ പറയുന്ന സാധനമാണ് കമ്പിളി പുതപ്പ് എന്ന് പറയാം. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. നിയമസഭയില് എം പി രാജേഷ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഭയങ്കര പ്രസംഗം. ഈ പ്രതിപക്ഷത്തിന് കേട്ടില്ല എന്ന് പറയാനല്ലാതെ വേറെ എന്തറിയതാ, കമ്പിളിപ്പതപ്പ് അവിടെ ഇരിപ്പുണ്ട് നായകൻ നിയമസഭയിൽ പറഞ്ഞു. കമ്പിളിപ്പത് ഭയങ്കര ഫേമസ് ആണ്. ഈ മുകേഷ് ചേട്ടൻ്റെ സിനിമകളിലെ ക്യാരക്ടേഴ്സിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് രാമഭദ്രനാണ്, നമ്മുടെ ഗോഡ് ഫാദറിൽ. ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമ പറയാൻ പറഞ്ഞാൽ, ഒന്ന് ഗോഡ് ഫാദർ, ഒന്ന് മേലെപ്പറമ്പിൽ ആൺവീടുമാണ്. ഞാൻ എങ്ങനെയൊക്കെ എത്തിയത് അത് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതിൽ രാമഭദ്രൻ്റെ ഒരു മാനറിസംസ് ഉണ്ട്. മുകേഷ് ചേട്ടൻ്റെ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ പൂക്കാലം വന്ന് പൂക്കാലത്തിലൊക്കെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഒരു സാധനം കാണിക്കൂലേ, അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഗോഡ് ഫാദറൊക്കെ ആ ചെയ്യുന്ന സമയത്തുള്ളൊരു സാധനമൊക്കെ ഇല്ലേ, ഇവരുമായിട്ടൊക്കെ കോമ്പോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ധ്യാനുമായിട്ട് അടികപ്പിയാരെ കൂട്ടമണിയിലുണ്ടായിരുന്നു, ഇപ്പോൾ അയ്യർ അറബിയിലുണ്ടായിരുന്നു. ഈ ധ്യാനുമായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ ഈ നമ്മൾ കോമഡി ചെയ്തിരുന്ന കുറേ സാധനങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെയാണത്? അല്ല, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റെപ്പറ്റീഷൻ വരാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇത് എടുത്തു കഴിഞ്ഞാൽ എത്രയോ പടത്തിൽ അന്നത്തെ കാലത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ നമ്മൾ അറിയുന്നില്ല, പക്ഷെ എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനെ പോലെ ആകരുത്. എന്താണ് നമുക്ക് അതിനകത്തൊരു വ്യത്യാസം? അതിനകത്താണ് നമ്മുടെ അഭിനയത്തിലല്ല, നമ്മുടെ ബ്രില്യൻസ് മുഴുക്കെ ഒരു തരത്തിൽ പോലും പിടി കൊടുക്കരുത്. കാര്യം വേറെ വകുപ്പില്ല. ഇതിപ്പം ജീവിതമാർഗമാക്കി കഴിഞ്ഞു. ഇത് എനിക്ക് വേണ്ട, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിലോ. അപ്പൊ പിന്നെ അങ്ങനെ
ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഉം. ഇതും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ടോട്ടലായിട്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങൾ കേൾക്കുന്നില്ല. അപ്പോഴാണ് ഹരികർണകർ ഗ്രൂപ്പ് 4 പേര്. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. ഇതിനകത്ത് എന്തെന്ന്, എല്ലാത്തിനകത്തും ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ ഇല്ലെങ്കിൽ സൈനുദ്ദീൻ, അയ്യോ എന്ന് പറഞ്ഞപ്പോ ഇനി 4 പേര് ഉള്ള കഥ ഇരിക്കുന്നില്ല. ഒന്നേ വന്നവര് 4 പേരില്ല കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലായി അത് ബോറടിക്കുന്നു. പിന്നെ എന്താ കഥ? 3 പേര്. അങ്ങനെ പള്ളി പോയി പറഞ്ഞു ഒരാളെ വെട്ടിക്കുറച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രില്യൻസ് എന്തായാലും വേണം. നമ്മൾക്ക് ഡിഫറെന്റ് ആയിരിക്കണം. അതിനെന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഗോഡ് ഫാദറിനെ പറ്റി ഗോഡ് ഫാദറിന്റെ ഒരു ഓർമ്മയും കൂടെ പെട്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലിൽ ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പബ്ലിക് റിലേഷൻസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അജോയുടെ മുകേഷ് ചേട്ടാ ഇവിടം വരെ ഒന്ന് വരണം, അത്യാവശ്യമായിട്ട് വരണം, കൈരളി തിയേറ്ററിൽ ഒന്ന് വരണം. ഞാൻ പറഞ്ഞ ഇവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ പറയരുത്, ഇത് ചരിത്ര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താന്ന് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പോയച്ചു വരാം, അജോയ് വെറുതെ പറയത്തില്ല. അങ്ങനെ കാറ് ചെന്നപ്പോഴത്തേക്ക് കൈരളി തിയേറ്റർ ഫുള്ളാണ്. സിനിമ തുടങ്ങാൻ പോവാണ്. ഗോഡ് ഫാദറാണ്. ഈ പ്രായത്തിലുള്ള കോളേജ് കുട്ടികളും ചെറു പിള്ളേരും 11 മണി മുതൽ ക്യൂ നിന്നിട്ട് ഗോഡ് ഫാദറിന്റെ ടിക്കറ്റും മേടിച്ചിട്ട് അകത്ത് ഹൗസ് ഫുള്ളായിട്ടിരിക്കുകയാണ്. അടിപൊളി. ഇവരെന്നെ കണ്ടതും ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ ഒരു മൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് എന്തെങ്കിലും 2 വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ 35 കൊല്ലം കണ്ട മുമ്പ് ഈ സിനിമ അഭിനയിക്കുമ്പോൾ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു തലമുറകൾ ഇങ്ങനെ മാറി വന്നിട്ട് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ഒരു 10 മിനിറ്റ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. പ്രത്യേക തരത്തിലുള്ള ആസ്വാദന. ഗോഡ് ഫാദർ കൈ 500 അനന്തമ്പിള്ള കൈ, ഓരോന്നിനും കയ്യടി, ഓരോ തമാശക്കും കയ്യടി. അത്രയും അപ്രിസിയേഷൻ അന്നില്ലായിരുന്നു. അന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് അന്നൊക്കെ ഈ ഒരു പടം ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി നോക്കുന്ന അതിപ്പോഴും ഉണ്ടല്ലോ, ചില കൂവലില്ല. അങ്ങനെ ഇവിടെ എറണാകുളത്ത് തിയേറ്ററിൽ പടം ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫുള്ളാ. അപ്പുറത്തിരുന്ന കുറച്ച് ആൾക്കാർ സിനിമക്കാർ തന്നെ തീരുന്നില്ല. അപ്പൊ കുറച്ചാൾക്കാര് അവിടെ ഇരിക്കുന്നവര് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അത്രേ ഉള്ളൂ. ആ ഒരു ചെറുതായിട്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന അണ്ണാരക്കണ്ണൻ. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു, പോകുന്നതിന്റെ വാച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗോഡ് ഫാദറിന്റെ സക്സസിൽ ഒരെണ്ണമാണത്. ആ ആൾക്കാര് പുറത്തില്ല, എല്ലാരും കൂടെ ഇവരെ വെളിയിലാക്കി. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോണം, ഞങ്ങൾ കൂടെ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അപ്രിസിയേഷൻ ആണ് ആ കാലത്ത്. അപ്പൊ അത് ഈ 2 സന്ദർഭങ്ങളും ഗോഡ് ഫാദറിൽ നമുക്കൊരു വലിയ ഒരുപാടെണ്ണം ഉണ്ടെങ്കിലും ഇപ്പോൾ ഓർക്കുന്നു. ഒരു കാര്യം കൂടെ ഉള്ളത്, മുകേഷ് ചേട്ടന് കഥ പറയാം. മുകേഷ് കഥകൾ എന്ന് പറഞ്ഞ പുസ്തകം വരെ ഉണ്ട്. എന്ന് വെച്ചാൽ മുകേഷ് ചേട്ടൻ്റെ കഥകൾ അത്രയും ഫേമസ് ആണ്. അതിപ്പോൾ ഒരു വേദിയിൽ ഇപ്പോൾ വന്നപ്പോൾ ലൈവായി, ഇപ്പോൾ ഈ പ്രൊമോഷൻ തന്നെ ലൈവായി. ഇപ്പോൾ ധ്യാൻ ഇൻ്റർവ്യൂ സൂപ്പർ സ്റ്റാർ ആയിട്ട് അടുത്തിരിക്കുമ്പോഴും കഥ പറഞ്ഞ് മുകേഷ് ചേട്ടൻ പെട്ടെന്ന് നമ്മളേക്ക് എടുക്കുന്നില്ല. ഇതൊരു തരത്തിലുള്ള സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും സിനിമയിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടുകയും ചെയ്തില്ല. നമുക്കൊരു ഒരു അംഗീകാരം കിട്ടിയില്ല. അല്ലല്ല, വർത്താനം പറയാനുള്ള പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ഞാൻ അത് ഓരോരുത്തർ വളർന്ന കാലഘട്ടവും വളർന്ന സുഹൃത്തുക്കളുടെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊല്ലം SN കോളേജിൽ 5 കൊല്ലം പഠിച്ചു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കളരി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു, ആർക്കും തമാശ പറയാം. ഫ്രണ്ട്സ് എല്ലാവരും ക്യാൻറ്റീനിലിരിക്കുമ്പോഴും ആർക്കും തമാശ പറയാം. തമാശ പൊളിഞ്ഞാൽ ശിക്ഷയുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ അടിപിടിയൊന്നുമില്ല. 3 മാസത്തേക്ക് ഇനി നീ മിണ്ടണ്ട. 3 മാസത്തേക്ക് ഇത് പറഞ്ഞപ്പോഴേ വിലക്കുള്ള ആളാണ് അവിടെ. അപ്പം ഭയങ്കര പ്രിപ്പറേഷൻ അല്ലാതെ ഒരു തമാശ പറയാൻ പാടില്ല.
പണി കിട്ടും. 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലർ പറയും ഒരു കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ റെലവൻ്റ് ആണ്, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കൗൺസിൽ കൂടിയിട്ട് പറഞ്ഞു, പാവം ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, എഴുതാ നോക്കട്ടെ, വായിച്ചതിന് ശേഷം തീരുമാനിക്കാം. ഇതൊക്കെ അതിനകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പൊ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയി തമാശ പറഞ്ഞ് ചീറ്റി കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്, കൊല്ലത്തെ ശിക്ഷയുണ്ട്. ഞാനേ സൂപ്പർ സിന്ദഗിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. എന്താണ് ഈ സിന്ദഗി? ഇതൊരു യഥാർത്ഥ നടന്ന കഥയാണെന്നൊക്കെയുള്ള ഒരു ടാഗ് ഉണ്ട് അല്ലേ? എന്താണ് സംഭവം പറയും? നമ്മുടെ ഇത് എഴുതിയ റൈറ്റർ പ്രജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ച റിയൽ സ്റ്റോറി ആയിട്ട് പിന്നെ പുള്ളി ഒരു സിനിമാറ്റിക് പരിപാടിയിലോട്ട് മാറ്റി എടുത്തതാണ്. ഇതീ പറഞ്ഞ പോലെ തന്നെ 2 മുജീബ് എന്നാണ് മുകേഷങ്ങളുടെ ക്യാരക്ടർ, എൻ്റെ പേര് സിദ്ധാർത്ഥൻ. 2 പേരും പ്രത്യേകിച്ച് ജീവിതത്തിലൊന്നും ആവാത്ത, ഞാൻ ചെറുപ്പക്കാരനാണ്, പക്ഷേ മുകേഷങ്ങൾ ചെയ്യുന്ന ഒന്നും എന്താ പറയണ്ടേ, ഒരു പ്രായമായിട്ട് എവിടെ എത്താത്ത ചില ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ 2 പേരും കൂടെ പരിചയമുണ്ട്, നാട്ടിൽ സുഹൃത്തുക്കളൊക്കെയാണ്, ചെറിയ ചെറിയ സൗഹൃദമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുകയും ഒരു ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുതല പാമ്പ്, വെള്ളിമൂങ്ങ ഇതുപോലെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്ന കുറേ എല്ലാവരും എനിക്കൊന്നും ഒരു കാലം ഇതിനെപ്പറ്റി വാർത്തകളും പേപ്പറിലും ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിന് വിലയുണ്ടോന്നോ അല്ലെങ്കിൽ ഇതിനെന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഒന്നും അറിയാതെ ഇതിന്റെ പുറകെ പോകുന്ന കുറെ ചെറുപ്പക്കാരുണ്ട് ഒരു കാലത്ത്. അതുപോലെ ഒരു സംഭവം പക്ഷെ ഞാൻ ആ സംഭവം എന്ന് പറയണില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം കേട്ടിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കി ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം ഉള്ള രീതിയിൽ 2 ആൾക്കാർ. അതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ബഹുമാനമൊക്കെ പോവും. ആദ്യമുള്ള ഇക്ക വിളിയും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ഒരു പ്രശ്നത്തിലായിട്ട് എത്തുന്ന സമയത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഇത് അവസ്ഥയിലെത്തുമ്പോൾ ഈ ബഹുമാനം പരിപാടിയൊക്കെ പോകും. അങ്ങനെ ഒരു വേറൊരു നാട്ടിൽ പോയി പെട്ടുപോകുന്നതും ഇതിൻ്റെ പുറകെ നടന്ന് ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ല എന്നുള്ളതും, പിന്നെ അവിടെ പെട്ടിട്ട് അവിടെ നിന്ന് നിക്കക്കള്ളിയില്ലാതെ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് വരുന്ന ശരിക്കും നടന്നൊരു സംഭവം തന്നെയാണ്. അത് തന്നെയാണ് അവർ ടാഗ് ലൈൻ ആക്കി നടന്ന കഥ എന്ന് പറയുന്നത്. അതേ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ പോയി ഷൂട്ട് ചെയ്തത്. അപ്പം പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒക്കെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഒരുപാട് നിരുത്സാഹപ്പെടുത്താൻ നോക്കി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മംഗലാപുരത്തു നിന്ന് മൈസൂരിലോട്ട് പോകുന്ന വഴി, മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴി, അപ്പം അവര് തറപ്പിച്ച് പറയുന്നത് അവിടെ വന്നാലേ ആ ഫീല് കിട്ടാത്തുള്ളൂ. കാര്യം അവിടെ വെച്ചിട്ടാണ് ഈ പ്രജിത്തിന് ആ ഒരു അനുഭവം ഉണ്ടായത്. അപ്പം നമ്മൾ മനസ്സോടാണ് ഞാൻ പോയത്. കാര്യം ഇവിടുന്ന് യാത്രയ്ക്ക് തന്നെ 2 ദിവസം, പിന്നെ ഇങ്ങോട്ട് 2 ദിവസം, 4 ദിവസം ആർക്കും ഇല്ലാതായി. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ കഥ അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം. അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് ആ കഥാപാത്രവും ആയിട്ടൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു ഭീകരത അവിടുത്തെ ആ സീനറിക്കും കാറ്റിനും അവിടുത്തെ നിശബ്ദതയ്ക്കും എല്ലാം. ഇവിടെയാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന ഈ മലയാളിയുടെ ശരിക്കുള്ള സ്വഭാവത്തിന് തെറ്റാണ് എന്നുള്ള ഒരു ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഇത് സിനിമ കഴിഞ്ഞാലും ഇത് തിരുത്താൻ പോകുന്നില്ല മലയാളി. ഇത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ എഴുതി വെച്ച് തരാം. കുറെ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത്, ആക്ച്വലി ഈ സ്ഥലം എവിടെയാണ്, നമുക്ക് ഒന്ന് പോയാൽ വല്ല ഗുണമുണ്ടോ ചോദിക്കും. കാര്യം അത് വേറൊരു സംസ്ഥാനക്കാരും ചോദിക്കത്തില്ല, ഒള്ളി മലയാളീസ്. ഒത്താവത്ത് പോയാ പോട്ടെ നമുക്ക്. പക്ഷേ ഈ സിനിമക്കാർക്കിടയിൽ ഇങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ഷോട്ട് ഇന്ന ആളിനെ വെച്ച് അഭിനയിപ്പിച്ചാല് ആ സിനിമ വിജയിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസം പോലുള്ള കുറെ സാധനം. കാരണം ഇത് വ്യവസായത്തിന്റെ ഭാഗമായിട്ട് ഇത് വരുന്നതാണ്. അങ്ങനെയുള്ള കുറെ അനുഭവം ഉണ്ടാവുമല്ലോ ശരിക്കും മുകേഷ് ചേട്ടൻ. തീർച്ചയായിട്ടും നമ്മള് ഈ ജനാർദ്ദൻ ചേട്ടൻ അങ്ങനെ ഒരു ലക്കുണ്ടായിരുന്നു. ലക്കുണ്ട്. ജനാർദ്ദൻ ചേട്ടൻ ഏതോ 1-2 എണ്ണത്തിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് വിജയിച്ച്. പിന്നെ ഞങ്ങള് കളിയാക്കും, ഈ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഒരു റോൾ ഉണ്ടാകും. പുള്ളി ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, ചുമ്മാ കേട്ടിട്ട് ഫസ്റ്റ് ഷോട്ട്. അപ്പൊ അത് സെറ്റ് കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടന് വേണ്ടി. ഡേറ്റ് ഒക്കെ മാറ്റി വെക്കത്തില്ല. ജനാർദ്ദൻ ചേട്ടനില്ല, ജനാർദ്ദൻ ചേട്ടനാണ് ഹീറോ, ഇല്ല ഫസ്റ്റ് ഷോട്ട്. അപ്പൊ അത് സിനിമയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള. ഇപ്പൊ ഈ ഗോഡ് ഫാദറില്
ഫസ്റ്റ് ഡേ എനിക്ക് ഷൂട്ടിംഗ് ഇല്ല. ആ അപ്പം സിദ്ദിഖ് ലാലെല്ലാം പറഞ്ഞു പൂജയ്ക്ക് വരണം, കുറച്ച് താമസിച്ച് വന്നാൽ മതി, 11 മണിക്കാണ് പൂജ. അങ്ങനെ ഞാനും എല്ലാം കൂടെ വളരെ കൂളായിട്ടൊക്കെ വന്നു. പെട്ടെന്ന് അവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി എന്നിട്ട് പറഞ്ഞു മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കില്ലടാ, നിനക്ക് എന്തോ നീ പറയുന്നത്, നിനക്കൊന്നും വാങ്ങാൻ ഡയറക്ടർമാർ ഇന്നലെ പറഞ്ഞല്ലേ. അല്ല ഉണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടോ. അന്നേ സിദ്ദിഖ് പറഞ്ഞു ഇതോ ഇരിക്കുന്നു ചോദിരങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇന്നസെന്റ് ഇരിക്കുക. അപ്പം ഇന്നസെന്റ് ഏട്ടൻ്റെ സീനാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നസെന്റ് ഏട്ടൻ എന്ത് പറ്റി. നീ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ്. ഞാൻ ചോദിച്ചു എന്താണ്. അത് ഇവരുടെ 3ാമത്തെ സിനിമയാണ്, റാംജി റാവു സ്പീക്കിംഗ്, സൂപ്പർ ഹിറ്റ്. ഹരിഹർ നഗർ അതിനകത്ത് ഞാനില്ല, അതും സൂപ്പർ ഹിറ്റ്. ഈ 3ാമത്തെ പടം ഇനി എന്നെ വെച്ചങ്ങനെ എടുത്ത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയും ഞാൻ കാരണം, അതുകൊണ്ട് നീ ഒന്ന് അഭിനയിക്കും. അപ്പൊ മറ്റവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ്, നീ ഞാൻ ഇന്നുവെന്ന് പറയുമെന്ന്. പറയും എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണ് ആ ഹോസ്റ്റലിൽ അച്ഛൻ്റെ ഫോൺ വരുന്നത്. അത് മാത്രമേ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. പുള്ളിയുടെ ഫോൺ വന്നിട്ട് ഞാൻ ബട്ടൺസ് ഇട്ടിട്ട് സെറ്റ് വലിച്ചോണ്ട് വരുന്ന ഒരു ഭാഗം. അപ്പൊ അങ്ങനെ ഒരു ആൾക്കാർക്കും നല്ല ഭയമുണ്ട് ഫസ്റ്റ് ഷോട്ടിനെ പറ്റി. അടിപൊളി. പാർവതി, ഇതിനകത്ത് എന്താണ് ക്യാരക്ടർ പറയൂ. പിന്നെ ഈ കഥകളുടെ ഒരു അവസ്ഥയും കൂടെ പറയും. നിങ്ങളുടെ ഷൂട്ടിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ, ധ്യാനും മുകേഷ് ചേട്ടനും ഒക്കെ ചേർന്നിട്ട്. ഇതിനകത്ത് ഇവരുടെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഇവരെന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് നോക്കി ലൈക്ക് കാശ് വേഗം ഉണ്ടാക്കാൻ, ടിപ്പിക്കൽ മലയാളി നേച്ചർ. ഇവർ പറഞ്ഞ പോലെ എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് ഹാർഡ് വർക്കിംഗ്, പക്ഷെ സപ്പോർട്ട് ചെയ്യും, കാമുകനെ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാമുകിയാണ്. യെസ്. ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? നമ്മുടെ പുരുഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണർന്നില്ലേ ക്യാരക്ടർ ആയിരിക്കുമ്പോഴും? ഇല്ല, അല്ലല്ല, ഇതിനകത്ത് ഒരു പരിധി വരെ ഈ കാമുകി തരുന്ന കാശും കൊണ്ടാണ് നമ്മുടെ വട്ടച്ചെലവൊക്കെ നടന്നു പോകുന്നത്. അത് ഞങ്ങൾ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ളത് കൊണ്ട് സിനിമയിൽ എളുപ്പമായിരുന്നു. നിന്ന് എടുക്കുക. അപ്പൊ കുറെ സഹിക്കണാണ് കൊടുത്തിട്ട്. അപ്പൊ ഇതങ്ങനെ അത് എനിക്ക് തോന്നുന്നു പാർവതി, എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷം അല്ലെ മലയാളത്തിലൊരു ബ്രേക്ക് എടുത്തു അല്ലേ അതിനുശേഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എന്ന് പറയണ്ടേ, നമ്മുടെ ആ ഏരിയ ഭയങ്കര പ്രണയം, ഓൾറെഡി ഹാഫ് പ്രണയത്തിലാണ്, ഞങ്ങൾ ഇഷ്ടത്തിലാണ്. അപ്പം എന്താ പറയണ്ടേ, ഈ അവസ്ഥയിൽ പെട്ടിരിക്കുന്ന നായകനെ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിടേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുമ്പോഴും നാട്ടിൽ നിന്ന് ഇതിന്റെ പ്രശ്നത്തിന് വിളി വന്നുകൊണ്ടിരിക്കുക. അതൊരു സൈഡിൽ ഭീകര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിലുള്ള ഇത് ഒരു ഫോൺ എടുക്കാതാവുകയും അല്ലെങ്കിൽ ഈ പ്രശ്നം വഷളാവുന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്കിടയിൽ. അപ്പൊ അതിനേക്കാളും വലിയ അവസ്ഥയാണ് ഈ സ്ഥലത്ത് വിട്ടുപോയിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരിപ്പോരാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ നാട്ടിൽ നിന്നുള്ള വിളിയും. അപ്പോൾ ആ രീതിയിൽ അവസാനം വരെ കൂടെ നിന്ന കാമുകയാണ്. അല്ലെങ്കിൽ പാതി വഴിക്ക് സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്തൊന്നും ഒരു ജോലിയും കൂലി ഇല്ലാത്തവനൊന്നും ഒരു പെണ്ണും സിനിമയിലല്ലാതെ എൻ്റെ അറിവില് കൊണ്ടുനടക്കും, ഒരിക്കലും കൊണ്ടുനടക്കും. പ്രത്യേകിച്ച് ഈ പണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയാ പണ്ടത്തെ കാലത്തൊക്കെ. അല്ല, ആദ്യം പ്രേമിച്ചതിന് ശേഷം ജോലി പോകും, കളയാനും വയ്യ, പ്രേമിച്ചും പോയി, അങ്ങനെ കുറച്ച് കേസുകൾ. അല്ലാതെ തുടക്കമില്ലാതെ ജോലിയൊന്നും ഇല്ലാതെ വലിയ കൊണ്ട് നടക്കാൻ അക്കോമഡേറ്റ് ചെയ്യില്ല. കലേഷ്, ശരിക്കും സെൽവ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടി. അപ്പോൾ ചേട്ടൻ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് 2 ക്യാരക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ വിനീത് ശ്രീനിവാസനോട് അതിന് നന്ദി പറയണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നീരജയിൽ വേറൊരു രസമുള്ള, നമ്മൾ ഒരിക്കലും ഒരു ഫാൻറ്റസി ക്യാരക്ടർ പോലെ തോന്നും. അങ്ങനെ ഒരു പുരുഷന് ബിഹേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ മെനഞ്ഞെടുക്കാൻ പാടാണ്, ഒരു ഫാൻറ്റസി പോലെ തോന്നും. പക്ഷെ നീരജയുടെ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ എനിക്ക് സെൽവയോടുള്ളൊരു തോന്നിയ ഒരു സാധനമുണ്ട്. സെൽവ ഭയങ്കര ലീഡിങ് ആയിട്ടും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, ഒറിജിനലിയും ഈ മനുഷ്യൻ അങ്ങനെയാണ് കേട്ടോ കലേഷ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതും കൂടെ അതിനിടെ പറയണമല്ലോ. അപ്പോൾ നീരജയിൽ ആ ക്യാരക്ടർ കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടം കൂടിയായിരുന്നു. ആ നീരജയുടെ ക്യാരക്ടറിനെ കുറിച്ച് കൂടെ പറയും. ആക്ച്വലി രജനി ചേട്ടൻ ഇപ്പം നീരജയിലെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അധികം ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അത് ഒരു OTT വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ
അതിൽ അനുമോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു ചെറിയൊരു ഫാൻറ്റസി എലമെന്റ് ഉണ്ട്. അത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റിൽ കാണുമ്പോൾ അങ്ങനെ പരിചയപ്പെടുമ്പോൾ അവർക്ക് തന്നെ അറിയാം അവരെന്തിനാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്ന് തന്നെ, അല്ലേ? അത് എന്തിലേക്കാണ് പോകുന്നതെന്നും അവർക്കറിയാം. പക്ഷെ എന്നിട്ട് പോലും ഒരു പുരുഷൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന അങ്ങനത്തെ ഒരു പുരുഷനെ നമുക്ക് പരിചയം നമ്മൾ പോലും അങ്ങനത്തെ ഒരാളായിരിക്കില്ല. പക്ഷെ ധ്യാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, ഭയങ്കര ഹീറോ ആണ് അല്ലേ? ഇത് ഇപ്പൊ ധീരജ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ധ്യാന്റെ സിനിമ പോലെ ധ്യാൻ മറുപടി പറയണം, ഇതിന് മറുപടി പറയണം. നമ്മുടെ സിനിമ എടുക്കുന്ന ആൾക്കാർ കാണാൻ സമയമില്ലാത്തോണ്ടാ കാണാത്ത, ഓടി നടന്ന പടങ്ങള് ട്രോളാണ്. സമയം സത്യല്ലേ? സത്യമാണ്. കഷ്ടമാണ് ധ്യാന്റെ ജീവിതമൊക്കെ. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ അനുമോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ രാജേഷ് രാമൻ എന്ന അതിന്റെ ഡയറക്ടർ രാജേഷ് ഏട്ടനാണ് എന്നെ ഫോണിലൂടെയാണ് അത് പറയുന്നത്. അപ്പൊ ഞാൻ രാജേഷ് ഏട്ടനോട് ചോദിച്ചു, അതായത് അതിനകത്തൊരു ഡയലോഗ് ഉണ്ട് ഈ അനുമോഹൻ പറയുന്നത്, ഉപയോഗിക്കപ്പെടുന്നു എന്ന തോന്നല് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു ഡയലോഗ് ഒരു പുരുഷൻ സ്ത്രീയോട് പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെ അത് എടുക്കുക? അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. പക്ഷെ അത് രാജേഷ് പറഞ്ഞല്ല, നമുക്കത് ആ രീതിയിൽ ആ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ അത് ഓക്കെയാണ്. സത്യത്തില് സ്ത്രീകൾ പോലും കൈയടിച്ച ഒരു രംഗമായി മാറി അത്. അപ്പൊ അത് ആ രാജേഷ് ഏട്ടൻ എന്ന് പറയുന്ന ആ റൈറ്റർ ഡയറക്ടറിന്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഞാൻ ഈ ഡയലോഗ് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പല യുവമാരെ കൊണ്ട് തോറ്റ് ഉറക്കെ പറയുന്നത് കേട്ടോ. മുകേഷ് ഞങ്ങൾ ആ കാലത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഈ കാലഘട്ടം മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് ശരിക്കും സ്ക്രിപ്റ്റ് ധ്യാന്റെ സ്ക്രിപ്റ്റുകൾ വൈകുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കും. കാരണം അത് ആൾക്കാർ എടുത്തോണ്ട് പോകില്ല. ഇത് ഉറക്കെ പറയാം മുകേഷേട്ടാ, ഈ ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴത്തേക്ക് സീരിയസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സിൽ തനിയാവർത്തനത്തിലൊരു ഗോപിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ ക്യാരക്ടറിന് ആ സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ബാലനെ രക്ഷിക്കാനൊക്കെ കഴിയുന്ന ഒരു വിപ്ലവകാരിയൊക്കെയാണ്. പക്ഷെ അവസാനം അളിയൻ ഇങ്ങനെ സ്കൂട്ടായി പോകുന്നുണ്ട്. അപ്പം ആ പെണ്ണ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഈ അടുക്കളപ്പുറങ്ങളിൽ സംസാരിച്ചാൽ മതി എന്ന് പറയും. ഗോപിയൊക്കെ റീവാച്ച് ചെയ്യേണ്ടി വരുമല്ലോ ഇടയ്ക്കൊക്കെ. അത് അത്രയും ഹെവി ആയിട്ടുള്ളൊരു സിനിമയാണല്ലോ ലോഹിദാസിന്റെ. ആ സിനിമ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് അങ്ങനെയും ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ തമാശ പടങ്ങളുടെ ഒരു വേലിയേറ്റമായിരുന്നു. ഇങ്ങനെയും നമ്മളെ ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയും ചെയ്യാൻ ഉള്ള ശേഷിയുണ്ടെന്നുള്ളത് കാണിച്ചു തന്ന വലിയൊരു മൈൽ സ്റ്റോൺ ആണ് തനിയാവർത്തനം. പിന്നെ ലോഹിദാസിന്റെ സ്റ്റൈൽ അതാണ്. ലോഹിദാസ് സിനിമാറ്റിക് ആകാതിരിക്കാനാണ് പുള്ളി എപ്പോഴും നോക്കുന്നത്. അത് ചിലപ്പം ഗംഭീരമായിട്ട് വിജയിക്കും, പരാജയപ്പെടും. അപ്പോൾ ഈ അവിടെ നിന്നൊക്കെ അയാളെ വേണമെങ്കിൽ ആ തരത്തിലാക്കായിരുന്നു. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. ഒരു ഭ്രാന്തന്മാരുടെ ഒരു വീട്ടിൽ ഇനിയും അടുത്ത ചങ്ങല ഇയാൾ കഴിഞ്ഞിട്ട് ഇയാൾക്ക് കിട്ടും. അതുകൊണ്ട് ഇയാൾ നിൽക്കുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. പക്ഷെ സിനിമ പരമായിട്ട് നമ്മൾ നിൽക്കണം. ഇപ്പം മാലയോഗം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ അടുത്ത് കഥ പറഞ്ഞത് ഞാനും ജയറാമും രണ്ട് കല്യാണ ബ്രോക്കർമാർ. ജീവിക്കാൻ നിവർത്തിയില്ല, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കാലമാണ്, ജീവിക്കാൻ നിവർത്തിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒരു വിവാഹ ബ്യൂറോ തുടങ്ങും. വിവാഹ ബ്യൂറോ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ രക്ഷപ്പെട്ട് വലിയ ഭയങ്കര ഫേമായി മാറുകയാണ്. എല്ലാവരും ഇവിടെ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സ്പർദ്ധ വരികയും പിന്നീട് ഈ ഫേം വിവാഹം നടത്താനല്ല, മുടക്കാനാണ് മെയിൻ പരിപാടി. അവനൊരു കല്യാണം വന്നാൽ ഇവൻ മുടക്കും. രണ്ടുപേരും വേർപിരിഞ്ഞിട്ട് രണ്ട് ഫേമായി. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞത് കൊള്ളാം. എന്നിട്ട് ജയറാമിന്റെ കഥാപാത്രം എന്നെ കുരുക്കി വേറൊരു സ്ഥലത്ത് നിന്ന് ആ നാട്ടുകാർ ഇറങ്ങി എന്നെ അവിടെ കെട്ടിയിട്ടിട്ട് കല്യാണം കഴിപ്പിക്കും. ഇവന്റെ റിവഞ്ച്. അങ്ങനെ ഇവൻ തിരിച്ച് അങ്ങനെ ലാസ്റ്റിൽ നമ്മൾ അറിഞ്ഞിട്ട് ഒന്നിക്കുന്നതൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇത് ഡെഫിനറ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് സിബി മലയിലും ലോഹിദാസുമാണ്. പടം തുടങ്ങിയപ്പോ ഇതൊന്നും ഇല്ല. രണ്ടുപേരും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൊക്കെ തന്നെ. ഞാൻ സിബിയുടെ പറഞ്ഞു, സിബി ആ മറ്റേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു കസേരയില്, അത് ചെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ലോഹിയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും നടക്കത്തില്ല ലൈഫില്.
എവിടെ നടക്കാനാ പിന്നെ കല്യാണം അതൊന്നും നടക്കത്തില്ല. നമ്മളൊക്കെ നമ്മുടെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സങ്കടവും ദുഃഖവും പ്രതീക്ഷകളും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പടമായത്. അപ്പൊ അങ്ങനെ സിനിമാറ്റിക് ആകണം എന്ന് വിചാരിച്ചൊന്നും നടക്കത്തില്ല. അത് ലോഹിദാസിന്റെ അടുത്ത് പ്രത്യേകിച്ച് നടക്കത്തില്ല. ഒരു കാര്യം കൂടെ മുകേഷേട്ടനോട് ചോദിച്ചേ, അതായത് നായർ സാബ്, ദിനരാത്രങ്ങൾ, അങ്ങനെ കുറേ മമ്മൂക്ക ഇല്ലെങ്കിൽ EDM അത്തരത്തിലുള്ള കുറേ പടങ്ങളിൽ മുകേഷേട്ടനൊക്കെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒരു എടുത്ത് സംസാരിക്കാൻ ഇപ്പം റീവാച്ച് ചെയ്യുന്ന ടൈമാണ്, ഇപ്പം നമ്മൾ റിലീസ് നടത്തുന്ന ടൈമാണ്. മൂക്കില രാജ്യത്ത് എന്ന് പറയുന്ന പടം വേറൊരു ജോണർ കോമഡിയാണ്. അത് നമ്മൾ ഒരു ഫിലോസഫിക്കലി കൂടെ നോക്കിക്കാണാം. അതിനകത്ത് വട്ടില്ലാത്ത ആരും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മളെല്ലാവരും ആണ് അതിനകത്തുള്ളത് എന്നൊരു ഫിലോസഫിക്കലായിട്ടുള്ള. മൂക്കില രാജ്യത്ത് നമ്മൾ റീവാച്ച് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മൂക്കില രാജ്യത്തിനെ കുറിച്ചും കൂടെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇല്ല, മൂക്കില രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ താഹയാണ് എൻ്റെ ഡയറക്ടർ, ഇത്രയും നല്ലൊരു സിനിമയാകുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു റിസ്കി ഫിലിമാ. അപ്പൊ ഇവര് അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ഒരു രംഗം ഇല്ല അതിനകത്ത്, എല്ലാം ചെറിയ ചെറിയ ചെറിയ. അപ്പൊ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അങ്ങ് തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ ടോട്ടൽ പടം കണ്ടപ്പോഴത്തേക്കാണ് വ്യക്തമായ കഥാപാത്രമുണ്ട്, ഓരോരുത്തരും ക്യാരക്ടറുണ്ട്. ഈ 4 പേർക്കും വ്യക്തമായ ക്യാരക്ടറുണ്ട്. പിന്നെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പിന്നെ സിനിമയുടെ വേറൊരു കാര്യമുണ്ട്, അത് ഇത്രയും കൊല്ലം കഴിയുമ്പം പറയാം. തിലകേട്ടൻ്റെ ഒരു സീനുണ്ട്. ഈ തിലകേട്ടൻ്റെ ഒരു വീട്, ചേട്ടൻ്റെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് വീട്ടിലേക്ക്. അപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് തിലകേട്ടനെ ഒഴിവാക്കി ഭ്രാന്തനാണ്, കൊച്ചിനെയൊക്കെ മാറ്റുന്ന അങ്ങനെ ഒരു സെൻറ്റിമെൻ്റൽ രംഗമുണ്ട്. വളരെ മനോഹരമായിട്ട് തിലകേട്ടൻ അഭിനയിച്ചു, എല്ലാം ശരിയാണ്. അത് ഞാൻ അഭിനയിക്കേണ്ട രംഗമാണ്. ഞാനന്ന് ഡബിങ്ങിന് പോയി. അപ്പം ഇവർക്ക് അന്ന് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. തിരിച്ചു വന്നപ്പം ആ സീൻ ആര് ചെയ്താലും ഓക്കെ. ഓരോ അരിമണിയിലും 4 പേരിൽ ആര് ചെയ്താലും ഒരു സെന്റിമെന്റൽ രംഗവുമായി. തിലകേട്ടൻ അത് ഗംഭീരമാക്കുകയും ചെയ്തു. പക്ഷെ ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും ആ സിനിമ കാണുമ്പോ ധ്യാനേ, എന്തുകൊണ്ട് നമ്മൾ സൂപ്പർ സിന്ദഗി കാണണം? ഇല്ല, പൊതുവെ മലയാളികൾക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നടന്ന സംഭവങ്ങളോടും നടന്ന കഥകളോടും, ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ഇറങ്ങിയ സിനിമകളൊക്കെ, ഇപ്പൊ മഞ്ഞുമല ആയിക്കോട്ടെ, ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് മലയാളി വിട്ടുപോയി നടന്ന കഥകളോട് എപ്പോഴും നമുക്കൊരു കൗതുകവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ടൈറ്റിൽ തന്നെ നമ്മൾ ടാഗ് ലൈൻ ആയിട്ട് നടന്ന കഥയാണെന്ന്. എല്ലാം ഇതിനകത്തുള്ള ഒരു സംഭവം പോലും നമ്മളൊരു ട്രൂ ഇവന്റ് അല്ലാതെ നമ്മൾ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇല്ല. അതിൽ അവസാനം സംഭവിക്കുന്ന ആ ഒരു ആക്ഷൻ സീക്വൻസ് ഉൾപ്പെടെ എല്ലാം അവിടെ നടന്നതായിട്ടുള്ളതല്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിട്ട് കെട്ടിച്ചമച്ച കഥകളോ അല്ലെങ്കിൽ ഏച്ചു കെട്ടിയ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം നടന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ മലയാളി കാണുന്ന എല്ലാവർക്കും അത്തരത്തിൽ ഈ കേട്ടതും ആയിട്ടുള്ള പല സംഭവങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വിശ്വാസം. OTT റിലീസിന് മുമ്പ് ഞാൻ അഭിപ്രായം മാറ്റി പറയുമോ, സേഫ് ആക്കാൻ? അല്ലല്ല, ഞാൻ പറഞ്ഞ എല്ലാ സിനിമകൾക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ചേട്ടനാണ് പണി കൊടുത്തത്. അല്ല, ഞാൻ പറഞ്ഞ അത് ഡ്രാമയാ. ഞാൻ പറഞ്ഞ എന്റെ ഏട്ടന്റെ സിനിമയെ കുറിച്ചും എന്റെ സിനിമയെ കുറിച്ചും എനിക്ക് പറയാം. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നതായിരുന്നു എന്നുള്ളത്. ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഷൂട്ടിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അഭിനയിക്കുന്ന സിനിമകളിലുള്ള ഒരു ഐഡിയൽ സിനിമ, ഒരു പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേയിലുള്ള സിനിമകളൊന്നും ഇല്ലല്ലോ. എവിടെയെങ്കിലും ഓഡിയൻസ് എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടുക, റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ പ്രേക്ഷകനെ അത് വിജയിപ്പിക്കും. അല്ലാതെ എല്ലാം നന്നായി വരുന്ന ഒരു സിനിമയൊക്കെ കാലത്ത് കുറവാണ്. പക്ഷെ ഈ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൽ വർക്കാവുന്ന പല സിനിമകളും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ മൊബൈലിൽ കാണുമ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ അവിടെ പിന്നെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഇത് പോസ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും തിരിച്ചു വന്ന് കാണുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഇല്ല, ഒന്നുമില്ല. കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൽ ഒറ്റ അടിക്ക് നമ്മൾ സിനിമ കണ്ടു തീരുമ്പോൾ അതിനൊരു വേറൊരു ഇമോഷനാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. എല്ലാവരും കൂട്ടത്തിൽ ചിരിക്കുന്നു, കൂട്ടത്തിൽ ആ ഒരു വിങ്ങല്. അത് പക്ഷെ നമ്മൾ ഫോണിലോ കാണുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി പറയുന്നതല്ല, അത് ആ ഒരു എക്സ്പീരിയൻസ് കാരണം. അല്ല, വരി പറഞ്ഞു. ഞാനത് ആ പടം ഇറങ്ങിയിട്ട് അതിന്റെ 2ാമത്തെ ആഴ്ച തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, തിയേറ്ററിൽ അതിന് പ്രൊമോഷനും ഞാൻ പറഞ്ഞിരുന്നു.
കൃത്യമായിട്ട് ഇതിനകത്ത് ശ്രീനിവാസൻ ശ്രീനിവാസൻ പടമാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. അല്ല, ഇവരെയൊന്നും വിശ്വസിക്കാക്കത്തില്ല. എല്ലാം സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ചിലപ്പം ഇത് എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത പടത്തില് അന്ന് ഞാൻ പറഞ്ഞില്ലേ എട്ടി തുറന്ന് ഇത് പറയുന്നു ഗംഭീരമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പടം വിജയിപ്പിക്കാനുള്ള ടെക്നിക്ക് ഗംഭീരം ഞാൻ ഇന്നേ വരെ ഒരു സിനിമയും പറഞ്ഞിട്ടില്ല. കാരണം ഇത് സിനിമയെ കുറിച്ച് വരുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു സത്യസന്ധമായ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് ധ്യാൻ ഇത്രയും കയ്യടി കിട്ടുന്നത്. വീട്ടിൽ പ്രശ്നമാണ്, പക്ഷെ കുടുംബത്തിൽ കയറി വീട്ടില് മുകേഷ് ചേട്ടാ എന്നിട്ടും വീട്ടിൽ പ്രശ്നമായിട്ടും സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരൻ. അതെ നമുക്ക് അവാർഡ് ചെയ്യണ്ടേ? ശരിക്കും അവാർഡ് കൊടുക്കണ്ടേ? അത് നല്ലതാണ്, പരിധി വരെ നല്ലതാണ്. പരിധി കൂടുതലാകുമ്പോൾ പ്രശ്നം എന്താണ് അതിന്റെ അർത്ഥം? എന്തായാലും സൂപ്പർ സിന്ദഗി സൂപ്പർ ആവട്ടെ, വിജയിക്കട്ടെ. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം. ധ്യാന്റെ തമാശയ്ക്ക് അപ്പുറത്തേക്ക് ധ്യാന്റെ സിനിമകൾക്ക് ഇപ്പോൾ നിലവാരം കൂടുന്നുണ്ട്, ആളും കൂടുന്നുണ്ട്. ധ്യാൻ ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിയും. താങ്ക് യു. നമസ്കാരം.